യുപിയിലെ ബദൌൻ മണ്ഡലത്തിലെ സാംബാനിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന EVM സ്ട്രോങ് റൂമിന് പുറത്തുള്ള സീല് പൊട്ടിച്ചതായും ഡോറിന് പുറത്തുള്ള നെറ്റ് പൊട്ടിച്ചതുമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആരോ അകത്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത്. ആരോ അകത്ത് കടന്ന് EVM മെഷീനുകളിൽ ഒരു അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SP സ്ഥാനാർത്ഥിയായിട്ടുള്ള ധർമ്മേന്ദ്ര യാദവ് ആരോപിക്കുന്നുള്ളത്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ അദ്ദേഹം പറയുന്നുള്ളത്, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കാണിച്ചതിന് ശേഷമാണ് EVM സ്ട്രോങ് റൂം സീൽ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ചെയ്ത സീലല്ല ഇപ്പോഴവിടെ ഉള്ളത് എന്നതാണ് ധർമ്മേന്ദ്ര യാദവ് ആരോപിക്കുന്നുള്ളത്. എന്നാൽ ഇത് ആരോപണം മാത്രമല്ല, നിലവിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുള്ളതും അത് തന്നെയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ SP സ്ഥാനാർത്ഥിയായിട്ടുള്ള ധർമ്മേന്ദ്ര യാദവിന്റെ കൈവശമുണ്ട്. അതായത് ആ സ്ഥലത്ത് സീൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിന് പുറത്തുള്ള നെറ്റ് തകർന്നിട്ടുണ്ട്. ഈ നെറ്റും സീലും തകർന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ആരോ അകത്ത് കടക്കാതെ ഇത് തകരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നുള്ളത്. അതിനുവേണ്ടി സ്ട്രോങ് റൂമിന്റെ പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ധർമ്മേന്ദ്ര യാദവ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അവിടെ എന്ത് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാകും. ധർമ്മേന്ദ്ര യാദവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 2014 തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതായത് 2009 2004 ഒരു ചിത്രത്തിൽ പോലും ഇല്ലാത്ത BJP അവിടെ പെട്ടെന്ന് കുതിച്ചു വരികയാണ്. ബദൌനി മണ്ഡലത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, വാഗീഷ് പത്തക്കിന്റെ മുന്നേറ്റവും ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ചിത്രത്തിലില്ലാത്ത BJPയുടെ സ്ഥാനാർത്ഥിക്ക് 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് ലഭിക്കുകയും നിലവിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള ധർമ്മേന്ദ്ര യാദവുമായി ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചു എന്ന് പറയണം. ധർമ്മേന്ദ്ര യാദവിന് അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും അട്ടിമറിച്ചുകൊണ്ട് വാഗീഷ് പത്തേക്ക് ഒരു മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു വോട്ടിംഗ് മെഷീൻ അട്ടിമറിയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെയുള്ള ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഇന്ന് ബദൌനി മണ്ഡലത്തിലെ സാംബനിൽ നടന്നിട്ടുള്ള ഒരു അട്ടിമറി എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സ്ട്രോങ് റൂം പൊളിക്കുക എന്ന് പറയുന്നത് എവിടെ എത്തി എന്നുള്ളതാണ് ചിന്തിക്കപ്പെടേണ്ടത്. എന്നാൽ ഈ സ്ഥലത്ത് അവിടുത്തെ ADM വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതായത് സീല് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റ് പൊട്ടിയതായി അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ സമ്മതിക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഈ നെറ്റ് പൊട്ടിച്ചത് പക്ഷികളായിരിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ആരും കടന്നതായിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. എന്നാൽ ADMന്റെ ഈ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണത്തോട് പരിപൂർണ തൃപ്തിയില്ലാതെ തന്നെയാണ് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. ശക്തമായിട്ടുള്ള പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ധർമ്മേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.